ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗോൾഡ് ഫിഷിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഗോൾഡ് ഫിഷ് വീട്ടിൽ വെച്ചാലുള്ള ഗുണങ്ങളും വളർത്തുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗോൾഡ് ഫിഷ് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് കുറേ എനർജീസ് കിട്ടും, പോസിറ്റീവായിട്ട് കുറേ എനർജീസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ഒരു പ്രത്യേകത പറയണത് നമ്മുടെ ഫെൻഷ്യൂ വാസ്തുപ്രകാരം പറയണതെന്ന് വെച്ചാൽ സമ്പത്തും ധനവും ഒക്കെ കൂട്ടാൻ സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഗോൾഡ് ഫിഷ് നമുക്ക് എല്ലാ തരം ഫിഷുകളും, കളർ ഫിഷ് ആയിക്കോട്ടെ, ഏത് ഫിഷ് ആയിക്കോട്ടെ, നമ്മൾ എല്ലാ തരം ഫിഷ് നമുക്ക് പോസിറ്റീവ് എനർജി തരും. നമ്മുടെ വീട്ടിലെ ഫാമിലി എല്ലാ പിള്ളേർക്കാണെങ്കിലും ഫാമിലിയിലുള്ള ആർക്കാണെങ്കിൽ തന്നെ അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും, പോസിറ്റീവ് വൈബ് തരും. നമുക്കുള്ള ടെൻഷനൊക്കെ കുറക്കാനായിട്ടും നമ്മൾ പെട്ടെന്ന് ദേഷ്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യവും ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ നക്കോരത്തിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പലതരമായിട്ടുള്ള നമുക്കൊരു എനർജി നമുക്ക് കിട്ടും. പ്രത്യേകം നമുക്ക് ടെൻഷനൊക്കെ മാറാൻ നിങ്ങളൊക്കെ അപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ അനുഭവിച്ചറിയണം. ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് നേരം ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൊന്ന് അതിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ഫീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ മാറ്റങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും നമ്മൾ നോർത്ത് ഈസ്റ്റ് സൈഡിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. അക്വേറിയം എല്ലാം നോർത്ത് ഈസ്റ്റ് ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. വാതിൽ നമുക്ക് റൈറ്റ് സൈഡ്